Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Teacher. Okay. കുറച്ച് ദിവസമായല്ലോ നമ്മൾ. Good afternoon. Good afternoon. Okay. അപ്പൊ ഈസ്റ്റർ ആഘോഷോ? ആഘോഷിച്ചു ടീച്ചറെ. ആഘോഷിച്ചല്ലേ? പഠിക്കാൻ മറന്നുപോയോ? പഠിച്ചോ? പഠിച്ചു. ഓക്കെ. ഓർമ്മയുണ്ടോ? നർമ്മദ പഠിച്ചിരുന്നത് ഓർമ്മയുണ്ടോ? പഠിച്ചത് മറന്നുപോയോ? അല്ലെങ്കിൽ ഫൈറൂസ, നർമ്മദ മറന്നുപോയോ? ഇല്ല. ഉത്ഭവം എവിടെയാ നർമ്മദയുടെ? ഒറിജിൻ എവിടെയാ? ഒറിജിൻ അൻപൂർ ജില്ലയിലെ മൈകല മലനിരകൾക്ക് അടുത്തുള്ള അമർഗഡില്. അമർഗഡിൽ അല്ലേ? ഓക്കെ. ടോട്ടൽ ലെങ്ത് 1312 കിലോമീറ്റർ. 1312 അല്ലേ? ഓക്കെ ഓക്കെ. 1312. പ്രാചീനകാല നാമം എന്താ നർമ്മദയുടെ? രേവ. രേവ. ഓക്കെ. നർമ്മദ കൂടുതൽ എഴുതുന്നത് ഏത് സംസ്ഥാനത്തുടെയാ? ഷിജി, ജോയ്സി അവരൊക്കെ പറഞ്ഞേ. ഏറ്റവും കൂടുതൽ വിടുന്ന സംസ്ഥാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മധ്യപ്രദേശ്. മഹാരാഷ്ട്ര. മധ്യപ്രദേശ് ആണ് കേട്ടോ. മധ്യപ്രദേശ് അല്ലേ? മധ്യപ്രദേശ്. മധ്യപ്രദേശ് 1077 കിലോമീറ്റർ. 1077 കിലോമീറ്റർ. ഓക്കെ. ഇനി മധ്യപ്രദേശ് ജൽപൂരിനടുത്ത ഒരു വെള്ളച്ചാട്ടം ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താ? ദുവാന്തർ. ഓക്കെ ഓക്കെ. വെരി ഗുഡ്. ഇനി മഹാരാഷ്ട്രയിൽ ഒഴുകുന്നത് എത്ര കിലോമീറ്റർ അപ്പോ? മഹാരാഷ്ട്രയില് 74. 74 കിലോമീറ്റർ അല്ലേ? ഓക്കെ. അപ്പൊ ഗുജറാത്തിലൂടെ ആണെങ്കിലോ? 161 കിലോമീറ്റർ. 161 അല്ലേ? 161. ഓക്കെ. ഇനി നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ഞാൻ ചോദിക്കുന്നവര് പറഞ്ഞാൽ മതി. അശ്വനി ഒന്ന് പറഞ്ഞേ, പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ നർമ്മദയുടെ? അശ്വനി. ഹിരൺ, സാവ, ഷേർ, ബൻജാൻ. ബൻജാൻ, സാവ, ഷേർ. ഓക്കെ. ഷേർ, സാവ, ബൻജാൻ. ഓക്കെ. ഇനി ഏറ്റവും നീളം കൂടിയ പോഷക നദി? സാവ. നർമ്മദയിലുള്ള ഒന്നും കേൾക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട് ഓഡിയോ. ഒന്നും കേൾക്കണില്ലേ മിസ്സേ?
ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുക. ഇന്നലെ മുതൽ ഉണ്ട് മെസ്സേജ്. 2 ദിവസമായിട്ടുണ്ട്. 2 ദിവസമായിട്ടുണ്ട്. എക്കോ ഉണ്ടല്ലേ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നത് അല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാ, ഞാൻ പോരാം. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നു. ഇതിലേക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പ്രശ്നം ഇപ്പൊ കേൾക്കുന്നുണ്ടോ പറയുന്നേ? ഇപ്പൊ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പം പ്രോബ്ലം അല്ലേ മിസ്സേ? ഇല്ല മിസ്. ഇല്ല, കുഴപ്പമില്ല. ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അണക്കെട്ടുകളാണ് ഞാൻ ചോദിച്ചത് അല്ലെ? ഏതൊക്കെയാ? സർദാർ സരോവർ ഉണ്ട്, ഇന്ദിരാസാഗർ ഉണ്ട്, ഓംകാരേശ്വർ ഉണ്ട്, കാരേശ്വർ ഉണ്ട്. ഇത്രയുമാണ് എന്ത് നർമ്മദയിലെ അണക്കെട്ടുകൾ എന്ന് പറയുന്നത്. പഠിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? ഗൾഫ് ഓഫ് കമ്പട്ട് എന്നാണ് കേട്ടോ. പിന്നെയും പ്രോബ്ലം ഉണ്ട്. പിന്നെ പ്രോബ്ലം ഉണ്ടല്ലോ, അതെ, ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതാണ് കേട്ടോ. ഓക്കെ, കട്ടാകുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ടെന്ന്. സെയിം പ്രോബ്ലം തന്നെ മിസ്സേ. റഫീഖ് സാറ് പഠിപ്പിച്ചപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയപ്പോഴുണ്ട്. സാറ് പറഞ്ഞു റഫീഖ് സാറ് പഠിപ്പിച്ചപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആണോ ഉണ്ടായിരുന്നു, ഇങ്ങനെ ശരിയാക്കിയപ്പോഴും. അതെ, ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് പറ്റും. ഞാൻ 1-2 പ്രാവശ്യം റിപ്പീറ്റ് പറയാം, അത് മതിയോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നദി നോക്കാൻ പോകുന്നത് താപ്തിയാണ് കേട്ടോ. താപ്തി റിവർ നമ്മൾ നർമ്മദ നോക്കി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ താപ്തി. ഞാനിവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, താപ്തിയുടെ ഫ്ലോയിങ് മാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. താപ്തിയുടെ എല്ലാരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, താപ്തി ഉത്ഭവിക്കുന്നത് സത്പുരയിലെ മുൾട്ടായ് പീഠഭൂമി എന്നാണ് കേട്ടോ. ഓക്കെ, ഇത് വരുന്നുണ്ട്, ഓരോരുത്തർ പറയുന്നുണ്ട് അല്ലെ? എല്ലാവർക്കും അറിയാം സത്പുരയിലെ മുൾട്ടായ് പീഠഭൂമി കേട്ടോ. സത്പുര മലനിരകളിലെ മുൾട്ടായ് പീഠഭൂമി എന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. താപ്തിയുടെ ലെങ്ത് അഥവാ നീളം എന്ന് പറയുന്നത് 724 കിലോമീറ്റർ ആണ്. 724 കേട്ടോ. 724 കിലോമീറ്റേഴ്സ് ആണ് താപ്തി ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പറഞ്ഞു സത്പുരയിലെ മുൾട്ടായ് പീഠഭൂമി. മുൾട്ടായ് എന്നും പറയും നമ്മള്, മുൾത്തായ് എന്നും പറയും കേട്ടോ. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്, ഒന്നിനെ തന്നെയാണ് ആ പറയുന്നത് കേട്ടോ. പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം വരാം. ഓക്കെ, മുൾത്തായ് എന്നും പറയും, മുൾട്ടായ് എന്നും പറയും, രണ്ടും ഒന്നാണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. അപ്പൊ സത്പുര മലനിരകളിലുള്ള വെക്കുന്നത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 700. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളില് നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. നമ്മൾ ആദ്യം നർമ്മദയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളില് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് നർമ്മദയാണ്. എന്നാല് രണ്ടാം സ്ഥാനത്തുള്ള നദിയാണ്
താപ്തി കേട്ടോ. നർമ്മദ കഴിഞ്ഞാല് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതില് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി. ഉത്ഭവിക്കുന്നത് സത്പുരയിലെ മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. ഓക്കെ, 724 കിലോമീറ്റർ ആണ് താപ്തിയുടെ നീളം എന്ന് പറയുന്നത്. ഇനി താപ്തിയുടെ പ്രത്യേകത പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളില് നീളം കൂടിയ രണ്ടാമത്തെ നദി. നമ്മൾ ആദ്യം പറഞ്ഞു, അതായത് ഈ ഒരു നർമ്മദ എന്ന് പറയുന്ന ഒരു റിവർ ആണ് എന്ത്, നമുക്ക് പടിഞ്ഞാറോട്ട് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള നീളം കൂടിയ ആദ്യത്തെ നദി എന്ന് പറയുന്നത്. പടിഞ്ഞാറോട്ടുള്ള നദികളിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് നർമ്മദയാണ് ഉപദ്വീപിയൻ നദികളിൽ വെച്ച് നോക്കുമ്പോൾ കേട്ടോ. മറ്റേത് നമ്മള് പടിഞ്ഞാറോട്ടുള്ള ഏറ്റവും നീളം കൂടിയ നദി എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നദി വെച്ചാൽ അത് സിന്ധു ആണ് കേട്ടോ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉപദ്വീപിയൻ നദികളിൽ ചോദിച്ചാൽ മാത്രം നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, ഈ ഒരു താപ്തിയുടെ ഇത് പറഞ്ഞാൽ മതി കേട്ടോ. ഉപദ്വീപിയൻ നദികളിൽ അല്ലെങ്കിൽ നർമ്മദയുടെ ഇത് പറഞ്ഞാൽ മതി. ഉപദ്വീപിയൻ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി, അതും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി നർമ്മദയാണ്. രണ്ടാം സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് താപ്തിയാണ്. ഓക്കെ, ഇനി വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാല് ബ്രഹ്മശത് താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി. അപ്പൊ വീണ്ടും നമ്മൾ നർമ്മദയിലേക്ക് വരികയാണ് അല്ലെ. അതായത് ബ്രഹ്മശത് താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് നർമ്മദയാണ്. ഞാൻ പറയുന്നത് വിദ്യ സത്പുര ബ്രഹ്മശത് താഴ്വരയിലൂടെയാണ് എന്ത് ഒഴുകുന്നത്, നർമ്മദ ഒഴുകുന്നത്. ഇനി രണ്ടാം സ്ഥാനത്ത് വരുമ്പോഴത് താപ്തിയാകും. ഓക്കെ, ബ്രഹ്മശത് താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ വലിയ നദി ഏതാണെന്ന് ചോദിച്ചാല് അത് താപ്തിയാണ്. എന്ന ഒന്നാമത്തെ നദി എന്ന് പറയുന്നത് അത് നർമ്മദയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി താപ്തിയുടെ പഴയകാല പേരെന്ന് പറഞ്ഞാല് താപി എന്നാണ് കേട്ടോ. താപി എന്നാണ് പ്രാചീന കാല നാമം നർമ്മദ കേട്ടോ. താപി സിദ്ധാർത്ഥ് എക്കോ ഉണ്ട് കേട്ടോ, ഇക്കോ ഉണ്ടല്ലേ. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന റിവറാണ് താപ്തി റിവർ കേട്ടോ. നർമ്മദയുടെ ഇരട്ട, അതായത് ഈ താപ്തി ഫ്ലോ ചെയ്യുന്നത് തൊട്ട് മുകളിലായിട്ടാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്, നർമ്മദ ഫ്ലോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നർമ്മദയുടെ ഇരട്ട എന്നാണ്. ഒരേപോലെ തന്നെ ആയിരിക്കുന്നത് അല്ലെ രണ്ടും. കാരണം എന്താ, രണ്ടും ഒഴുകുന്നത് പടിഞ്ഞാറോടാണ്, രണ്ടും അറബിക്കടലിലാണ്, രണ്ടും പാരലൽ ആയിട്ടാണ് ഒഴുകുന്നത്. ഏകദേശം ഉത്ഭവം എന്ന് പറയുന്നത് ട്വിൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി. ഇനി താപ്തിയുടെ നദി സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് ഇവിടെ നദി ആണ് വജ്രനഗരം എന്നറിയപ്പെടുന്ന സൂററ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ്, ഉക്കായ് അണക്കെട്ട് ഗുജറാത്തിലാണ് കേട്ടോ. അത് താപ്തി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഉക്കായ് അണക്കെട്ട്. ഓക്കെ, ഇനി രണ്ട് ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒന്ന് ഉക്കായും ഒന്ന് കാക്രപ്പാറയും. ഓക്കെ, ഉക്കായി ആൻഡ് കാക്രപ്പാറ, ഇത് രണ്ടും എന്താണ്, എവിടെയാ സ്ഥിതി ചെയ്യുന്നത്, ഇത് രണ്ടും താപ്തി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഉക്കായ് അണക്കെട്ട് എന്ന് പറഞ്ഞത് ഗുജറാത്തിലാണ് കേട്ടോ. ഉക്കായ് അണക്കെട്ട് ഗുജറാത്തിലാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ പറയില്ലേ, അല്ലെങ്കിൽ എന്താണ് PSCക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയില്ലേ നിങ്ങൾ, ഉക്കായ് കാക്രപ്പാറ ഏത് നദിയിലാണെന്ന് വെച്ചാല് അത് താപ്തി നദിയിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഉത്ഭവം എന്ന് പറയുന്നത് സത്പുരയിലെ മുൾട്ടായ് പീഠഭൂമിയാണ്. മുൾട്ടായ് ഓർ മുൾത്തായ്. ഓക്കെ, നീളം വരുന്നത് 724 കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളില് നീളം കൂടിയ രണ്ടാമത്തെ നദി. ഇനി ബ്രഹ്മശത് താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി. താപി എന്ന പേരിലാണ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. താപ്തിയുടെ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് സൂററ്റ്.
താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് ഉക്കായ്. ഓക്കെ, ഉക്കായ് എവിടെയാണെന്ന് വെച്ചാൽ അത് ഗുജറാത്തിലാണ്. ഇനി ജലവൈദ്യുത പദ്ധതികള് ഉക്കായ് ഉണ്ട്, കാപ്രപ്പാറ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മധ്യപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്, മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്നുണ്ട്, ഗുജറാത്തിലൂടെ ഒഴുകുന്നുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റൂ കേട്ടോ. ഓക്കെ, മധ്യപ്രദേശ് അതിന്റെ ഒറിജിൻ നോക്കാം, അത് മധ്യപ്രദേശിന്റെ ആ ഭാഗത്തായിട്ട് വരും. പിന്നെ ഒഴുകുന്നത് ആ ഒരു സെൻട്രൽ പോർഷൻ മഹാരാഷ്ട്രയാണ്. പിന്നെ നോക്കിയേ, ആ മൗത്ത് പോർഷന്റെ അടുത്തായിട്ട് നിൽക്കുന്നത് ഗുജറാത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, 3 സംസ്ഥാനങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും താപ്തി ഒഴുകുന്നത്. ഇനി കൂടുതൽ ദൂരം ഒഴുകുന്നത് എവിടെയാ? അപ്പോ ഏറ്റവും കൂടുതൽ ദൂരം എവിടെയാ ഒഴുകുന്നത്? മഹാരാഷ്ട്ര. നമ്മൾ നർമ്മദ മധ്യപ്രദേശിലാണെന്ന് പറഞ്ഞല്ലേ? അല്ലെ, മധ്യപ്രദേശിലല്ലേ നർമ്മദ ഒഴുകുന്നേ? അതെ. ഏറ്റവും കൂടുതൽ ദൂരം മധ്യപ്രദേശിലാണോ? അതെ. അപ്പൊ താപ്തി ഏറ്റവും കൂടുതൽ ദൂരം എവിടെയാ ഒഴുകുന്നേ? ഗുജറാത്ത്. മധ്യപ്രദേശ് അല്ല കേട്ടോ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഓക്കെ, താപ്തി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് മഹാരാഷ്ട്ര, നർമ്മദ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് മധ്യപ്രദേശ്. ഉണ്ടോ? രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ദൂരം നിങ്ങൾക്ക് ആ ഒരു ലൈൻ നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. താപ്തിയുടെ ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്യുന്നത് മഹാരാഷ്ട്രയിലൂടെയാണ്, സെന്റർ പോർഷൻ കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താപ്തി നദിയുടെ പതനം വരുന്നത് എവിടെയാ? എവിടെയാ വരുന്നേ? അറബിക്കടൽ. അറബിക്കടൽ. അല്ലെ? ഓക്കെ, അറേബ്യൻ സീയിലാണ് താപ്തി നദിയുടെ പതനം വരുന്നത്. ഇനി പ്രധാനപ്പെട്ടത് പഠിക്കാനുള്ളത് ഇതിന്റെ പോഷക നദികളാണ്. ഏതൊക്കെയായിരിക്കും പോഷക നദികൾ താപ്തിയുടെ? ഏതൊക്കെയായിരിക്കും? ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാളൊന്ന് ഗസ് ചെയ്ത് ഏതൊക്കെയായിരിക്കും പോഷക നദി ഉണ്ടാവുക? ഗിർന. ഓക്കെ, ഗിർന ഒരു പോഷക നദിയാണ് കേട്ടോ. താപ്തിയുടെ ഒരു പോഷക നദിയാണ് ഗിർന. പിന്നെ അരുണാവതി. ഓക്കെ, അരുണാവതി താപ്തിയുടെ പോഷക നദിയാണ്. പിന്നെ സൂഗി. സൂഗിയോ? സൂഗി. സൂഗി ആണോ പോഷക നദിയാണോ താപ്തിയുടെ? സൂഗി. അനാർ. അനാർ പോഷക നദിയാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അനാർ, ഗിർന, പൂർണ, അരുണാവതി. ഓക്കെ, ഇതാണ് 4 പ്രധാനപ്പെട്ട താപ്തിയുടെ പോഷക നദികൾ. ഏതൊക്കെയാ? അനറുണ്ട്, ഗിർണയുണ്ട്, പൂർണയുണ്ട്, അരുണാവതിയുമുണ്ട്. ഓക്കെ, ഈ 4 എണ്ണമാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ, ഈ മാപ്പിന്റെ ഇതൊന്ന് നിങ്ങൾ നോക്കി വെച്ചത് നോക്കി. നിങ്ങൾ മാപ്പ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലെ? നോക്കി, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലിദ്വീപ്സ് അല്ലെ? അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. വരെ. ഓക്കെ,
മിസ് ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. ആ ആ ഞാൻ നേരത്തെ പറഞ്ഞ കേടായിരുന്നോ നിങ്ങള്? ഇല്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന കൺട്രീസ്, രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് മാപ്പ് ചെയ്ത് പോയിന്റ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പൊ കേട്ടോ? കേട്ടു. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഫ്രൈഡേ എന്റെ ക്ലാസ് ഉണ്ടാവുമല്ലോ, PSCയുടെ ഇല്ലേ, ജോഗ്രഫിയുടെ ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങള് ആ ക്ലാസ്സില് നിങ്ങളുടെ നോട്ട് ബുക്കില് ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങള് ഏതൊക്കെയാണെന്ന് കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് പോയിന്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഹോംവർക്ക് ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഞാൻ ഒരു തവണ എടുത്തായിരുന്നു, ഫസ്റ്റ് എന്തോ ഒരു കുറെ നാള് മുമ്പ്. പക്ഷെ കൂടുതൽ പേരൊന്നും ജോയിൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതൊന്നും കൂടി എടുക്കാം, ഈ ഒരു നദികൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ നിങ്ങളൊന്ന് കൊണ്ടുവരാം. ഓക്കെ, അപ്പോ താപ്തിയുടെ പോഷക നദികളാണ് പറഞ്ഞത്. അതിനകത്ത് അനറുണ്ട്, ഗിർണിയുണ്ട്, പൂർണിയുണ്ട്, അരുണാവതി ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് താപ്തിയെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മതി. അതായത് എന്താണ്, നർമ്മദയുടെ അത്രയും ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമ്മൾ ഉത്ഭവം അറിഞ്ഞിരിക്കണം. പിന്നെ എത്ര ദൂരമാണ് ഒഴുകുന്നതെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പോഷക നദികള് നമ്മള് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൂടാതെ ഏതൊക്കെ ജലവൈദ്യുത പദ്ധതികളാണ് അവിടെ ഉള്ളതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. എവിടെന്നാ ഉത്ഭവിക്കുന്നത് താപ്തി? ദിവ്യ പ്രജീഷ്. മുൾട്ടായി പീഠഭൂമി. മുൾട്ടായി പീഠഭൂമി. ഓക്കെ, ഇനി നീളം എത്രയാ? സ്മിത നിശാന്ത് നീളം എത്രയാ വരുന്നേ? വേറെ ആരെങ്കിലും പറയാമോ? ലെങ്ത് 724. 724. ഓക്കെ, ഇനി രണ്ട് പ്രത്യേകതകളുണ്ട്, ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ രണ്ട് പ്രത്യേകതകൾ താപ്തിയുടെ? താഴ്വരയിലൂടെ ഒഴുകുന്ന നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നീളം കൂടി രണ്ടാമത്തെ നദി. താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ വലിയ നദിയാണ് കേട്ടോ. ആദ്യത്തേത് നർമ്മദയാണ്, രണ്ടാമത്തേതാണ് താപ്തി. പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിലെ നീളം കൂടി രണ്ടാമത്തെ നദി. പഴയകാല പേരെന്താ? ആര്യ, പഴയകാല പേരെന്താ താപ്തിയുടെ പ്രാചീനകാല നാമം? താപി. ഓക്കെ, താപി. ഇനി പട്ടണം ഏതാ പ്രധാനപ്പെട്ട? ആരാ പറയാ? ഒരാള് പറഞ്ഞേ. പ്രധാനപ്പെട്ട സൂറത്ത്. ഇനി താപ്തി നദിയിൽ മുദ്ര ചെയ്യുന്ന പ്രധാന അണക്കെട്ടിന്റെ പേരെന്താ? ഉഗായി ഏത് സംസ്ഥാനത്താ? ഗുജറാത്ത്. ഓക്കെ, ഇനി രണ്ട് ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട്, ഏതൊക്കെയാണെന്ന് പറഞ്ഞേ, ഒരാള് പറഞ്ഞേ. ഉഗായി, കാക്രപ്പറ. രണ്ട് ജല ഓക്കെ, ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? അശ്വിനി ഒന്ന് പറഞ്ഞു, ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് അല്ലെ? ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ടീന, ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് മഹാരാഷ്ട്ര. ഓക്കെ, ഇനി പതനം എവിടെയാണ്? അറബിക്കടൽ അല്ലെ? പോഷക നദികൾ ഒരാൾ പറയുന്ന സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞേ, പോഷക നദികള്. അരുണാവതി, ഗിർണ, അനർ, പൂർണ്ണ. ഓക്കെ,
അപ്പൊ താപ്തി നദിനെ കുറിച്ച് ഇത്രേ ഉള്ളൂട്ട് നമുക്ക് പഠിക്കാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും കാര്യങ്ങളില്? ഇല്ല, മനസ്സിലായി. രേവതി വേറെ ഓഡിയോ കയറി വരുന്നുണ്ട്. എന്താ എന്താ ഉദ്ഭവം ഒന്ന് പറയോ? ഉത്ഭവം പറയണോ? സത്പുരയിലെ മുൾത്തായ് പീഠഭൂമി കേട്ടോ. സത്പുരയിലെ മുൾത്തായ് പീഠഭൂമി എന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ താപ്തിയെ കുറിച്ചിട്ട്? ഇല്ല, ക്ലിയർ അല്ലേ? ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോദാവരി ആണ് കേട്ടോ. ഗോദാവരി നിങ്ങൾക്ക് ഏകദേശം കോമൺ ആയിട്ട് അറിയാം. അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആണ്, കാരണം പ്രധാനപ്പെട്ട നദിയാണ്. താപ്തിയുടെ അത്ര എളുപ്പമല്ല, കുറച്ചും കൂടി എന്താണ് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പോഷക നദികൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഗോദാവരിയില്. അങ്ങനെ അധികം പ്രശ്നങ്ങളില്ല, പെട്ടെന്ന് മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഗോദാവരി ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നദികൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മള് മാപ്പ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നർമ്മദ കഴിഞ്ഞു, താപ്തി കഴിഞ്ഞു. രണ്ട് നദികളെ കുറിച്ചിട്ട് നമ്മള് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. രണ്ടും എങ്ങോട്ടാ പോകുന്നേ? കണ്ടോ, വെസ്റ്റ് ഫ്ലോയിങ് ആണ് കേട്ടോ. കണ്ടോ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതുക്കെ ചെയ്യുന്നേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോദാവരിയാണ് കേട്ടോ. നോക്കിയേ, കണ്ടോ അതിന്റെ ഫ്ലോ എങ്ങോട്ടാ പോകുന്നേ? നോക്കിയേ, കാണുന്നില്ലേ നിങ്ങള്? ഒഴുക്കങ്ങോടാ? ഇത് രണ്ടും പടിഞ്ഞാറോട്ടാ ഒഴുകുന്നത് അല്ലേ? കിഴക്കോട്ടാണ് ഗോദാവരി പോകുന്നത് കേട്ടോ. ഓക്കെ, ഈസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യാ, ഒരു മാപ്പ്, ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് വരച്ചേ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോലെ ഒന്ന് വരച്ചേ നിങ്ങള്. ഫസ്റ്റ് ഗോദാവരി ചെയ്താൽ മതി കേട്ടോ. ഗോദാവരിയുടെ ആ ലൈൻ ഒന്ന് വരച്ചാൽ മതി. എല്ലാവരും എടുക്കട്ടോ, എല്ലാവരും മാപ്പ് വരയ്ക്കുക. താഴ്ഭാഗം മാത്രം മതി കേട്ടോ. ത്രികോണാകൃതിയിലുള്ള ഒരു ഭാഗം വരച്ചാൽ മതി. ഇന്ത്യയുടെ മുകൾ ഭാഗം ഒന്നും വരക്കണമെന്നില്ല ഉപദ്വീപീയ നദികൾ വരയ്ക്കുമ്പോ. ഓക്കെ, പറഞ്ഞു തുടങ്ങാണ് കേട്ടോ. നോക്കിയേ, ഗോദാവരി ഉത്ഭവിക്കുന്നത്, ആ യെല്ലോ ലൈൻ കാണുന്നില്ലേ നിങ്ങള്? യെല്ലോ ആരോ, യെല്ലോ ആരോടെ അവിടെയായിട്ട് കണ്ടോ? അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് കേട്ടോ. ആ സൈഡ്, അതായത് ആ ബ്ലാക്ക് ലൈൻ എവിടെയാണോ അവസാനിക്കുന്നത് കണ്ടോ, ആ താപ്പിയുടെ ഇപ്പുറത്തായിട്ട് ആ നീല ബ്ലൂ കളർ ആരോടെ താഴെ ആ ലൈൻ തുടങ്ങുന്ന കണ്ടോ, അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ അത് ഏത് സംസ്ഥാനമായിരിക്കും ഉത്ഭവം വരുന്നേ? ഗോദാവരിയുടെ മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഗോദാവരി എന്ത് ചെയ്യുന്നേ? ഉത്ഭവിക്കുന്നത് കേട്ടോ. പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക് കേട്ടോ. നാസിക് എന്ന് പറയുന്ന ജില്ലയില് ഒരു കുന്നുണ്ട്. ആ കുന്നിന്റെ പേരാണ് ത്രയംബക് കുന്നുകൾ കേട്ടോ. ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. അപ്പോ മഹാരാഷ്ട്രയിലെ നാസിക് കുന്നിലെ ത്രയംബക് കുന്നുകൾ. നിങ്ങള് ലൈൻ വരച്ചിട്ടില്ലേ? ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാ? കവർ ചെയ്യാ. മഹാരാഷ്ട്രയാണെന്ന് കവർ ചെയ്യാം. അതായത് ആ ഒരു സ്റ്റേറ്റിന് എന്ത് ചെയ്യാം? ഒന്ന് വരയ്ക്കുക അവിടെ കേട്ടോ. മഹാരാഷ്ട്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അതിന്റെ ഉള്ളിലായിട്ട്, അതിന്റെ ആ ഒരു സർക്കിളിന്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യാ? നാസിക് എന്ന് എഴുതാ, ത്രയംബക് കുന്നുകൾ എന്നും കൂടി എഴുതാം. ഷോർട്ടായിട്ട് എഴുതിയാൽ മതി, ഫുൾ ആയിട്ടൊന്നും എഴുതണമെന്നില്ല കേട്ടോ. അത് നിങ്ങൾ ഈ ഉപദ്വീപീയ നദികളിൽ കുറെ നദികൾ പഠിക്കാനുള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും.
അല്ലെ? ഗോദാവരിയുടെ ഉത്ഭവം ഏതാ, അല്ലെങ്കിൽ കൃഷ്ണയുടെ എവിടെയാ, നർമ്മദയുടെ എവിടെയാന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് വരയ്ക്കാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഉത്ഭവം വരുന്നത് മഹാരാഷ്ട്ര, നാസിക് ജില്ല, ത്രയംബക് കുന്നുകൾ. ഓക്കെ, ഇനി നോക്കിയേ നിങ്ങള് ഈ ആ ലൈനുകളൊക്കെ മൊത്തം നോക്കിയേ. ഇപ്പോ ബ്ലൂ ലൈൻ ആയാലും, ബ്ലൂ ആരോ ആയാലും, യെല്ലോ ആരോ ആയാലും, റെഡ്, ഗ്രീന്, വയലറ്റ് ഒക്കെ എന്താണ്, ഏതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതൊക്കെ? നോക്കിയേ, ആ ഒരു സംഭവം എന്താ വരുന്നേ? ഒരു മലനിരയില്ലേ നീണ്ട താഴോട്ട് നിവർന്ന് കിടക്കുന്നേ, എന്താ ഇതിന്റെ പേര്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിൽ നിന്നാണ്, അതായത് സഹ്യാദ്രിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നേ? ഈ നദി ഉത്ഭവിക്കുന്നത് കേട്ടോ. ത്രയംബക് കുന്നുകളൊക്കെ സഹ്യാദ്രിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക. മഹാരാഷ്ട്രയിൽ ഞാൻ പറഞ്ഞു സഹ്യാദ്രി എന്നാണ് പശ്ചിമഘട്ടം അറിയപ്പെടുക. അപ്പൊ സഹ്യാദ്രിയുടെ ഭാഗമായിട്ടാണ് ത്രയംബക് കുന്നുകള് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ ഉപദ്വീപീയ നദികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നേ? ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ നിങ്ങള്, ഉത്ഭവിച്ചിട്ട് ഈ നദി കിഴക്കോട്ടാണ് ഒഴുകുന്നത്, പടിഞ്ഞാറോട്ടല്ല. ഓക്കെ, ഉത്ഭവിക്കുന്നത് അല്ലെ, ഉത്ഭവസ്ഥാനം ഞാൻ പറഞ്ഞു ത്രയംബക് കുന്നുകളാണ്. ഉത്ഭവിച്ചിട്ട് നേരെ എന്താ ചെയ്യാ? അത് നേരെ കിഴക്കോട്ടാണ് ഒഴുകി വരിക. ഓക്കെ, ഇനി നോക്കിയേ നിങ്ങള്, ഉത്ഭവ സ്ഥാനത്ത് നിന്ന് എന്താണ് അധികം ദൂരം ഉണ്ടോ അറബിക്കടലിലേക്ക്? ഒന്ന് നോക്കിയേ നിങ്ങള്, ഉണ്ടോ? അറബിക്കടലിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു നോക്കി, എത്ര ദൂരം ഉണ്ടാവും അവിടെ നിന്ന്? ആർക്കെങ്കിലും പറയാമോ? ആ യെല്ലോ ആരോ കാണുന്നതിന്റെ അവിടെ നിന്ന് നേരെ നോക്കിയ നിങ്ങള്, അറേബ്യൻ സീ എവിടെ കിടക്കുകയെന്ന് കണ്ടോ? അധികം ദൂരം ഉണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാണ്? അത് ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് പതിക്കുന്നത് അല്ലെ? ഓക്കെ, കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് പതിക്കുന്നത്. ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഏകദേശം 380 കിലോമീറ്റർ മാത്രമാണ് അറബിക്കടലിലേക്കുള്ള ദൂരം. ഓക്കെ, അപ്പോ ഗോദാവരിയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് അറബിക്കടലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 380 കിലോമീറ്റർ ആണ്. ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 380 കിലോമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഗോദാവരി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഏതൊക്കെയായിരിക്കും നോക്കിയാ നിങ്ങള്, ഏതൊക്കെ ഉണ്ടാവും? നോക്കിയേ, ഏതൊക്കെ സംസ്ഥാനങ്ങൾ നമുക്ക് അവിടെ പെടുത്താം ഗോദാവരിയുടെ ഫ്ലോയിങ്ങില്? മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ്. മധ്യപ്രദേശ് ഉണ്ടോ? മധ്യപ്രദേശ് വരുന്നുണ്ടോ? നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ മധ്യപ്രദേശ് കാണുന്നുണ്ടോ? ഗോദാവരിയില് കാണുന്നുണ്ടോ? പിള്ളേരെ കാണുന്നുണ്ടോ നിങ്ങൾ മധ്യപ്രദേശ്? ഇല്ല. ഇല്ലല്ലേ? അപ്പൊ മധ്യപ്രദേശ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ ഞാൻ പറയട്ടെ എന്നാ, ഒന്ന് മഹാരാഷ്ട്ര, അതായത് ഉത്ഭവിക്കുന്ന സ്ഥലത്ത് അല്ലെ, മഹാരാഷ്ട്ര, തെലുങ്കാന അല്ലെ, തെലുങ്കാനയിൽ കൂടി കവർ ചെയ്യുന്ന, പിന്നെന്താണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആ ലൈൻ നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. ലെഫ്റ്റ് സൈഡിലുള്ളത് മഹാരാഷ്ട്ര, മിഡിൽ ആയിട്ടുള്ളത് തെലുങ്കാന, ലാസ്റ്റ് വൺ മൗത്ത് സ്ഥാനം എത്തുമ്പോൾ ആന്ധ്രാപ്രദേശ്. അങ്ങനെയാണ് ഗോദാവരിയുടെ ഒഴുക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാപ്പ് വരച്ചിട്ട് വേണം നദികളൊക്കെ നമ്മൾ നോട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയും നമ്മൾ മധ്യപ്രദേശിലാണെന്ന് പറയും നമ്മൾ ഗോദാവരി കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, മധ്യപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെന്റർ പാർട്ടിലാണ് കിടക്കുന്നത്. നർമ്മദയുടെ ഒക്കെ ആ ഒരു ഇതിലാണ് അതിന്റെ സതേൺ പാർട്ട് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഗോദാവരിയിൽ വരുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇനി പക്ഷെ മധ്യപ്രദേശ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാല് ഗോദാവരിക്ക് പോഷക നദികളുണ്ട്. ആ പോഷക നദികള് ഒഴുകുന്ന സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ ഗോദാവരിയുടെ പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് വെച്ചാല് അത് മഹാരാഷ്ട്ര വരുന്നുണ്ട്, മധ്യപ്രദേശ് വരുന്നുണ്ട്, ഛത്തീസ്ഗഡ് വരുന്നുണ്ട്, ഒഡീഷ വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്. ഓക്കെ,
അപ്പോ ഗോദാവരി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് മഹാരാഷ്ട്രയുണ്ട്, തെലങ്കാനയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. എന്നാല് ഇതിന് ചില പോഷക നദികളുണ്ട്. അത് ഒഴുകുന്ന സംസ്ഥാനങ്ങള് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ഇനി വേണം. ഒന്നുകൂടി പറയണം. ഓക്കെ, എന്നുകൂടി പറയാം. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല, അവിടെ നിന്ന് ത്രയംബക് കുന്നുകൾ എന്ന് പറയും. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ത്രയംബക് കുന്നുകള്. മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി എന്നാണ് പശ്ചിമഘട്ടം അറിയപ്പെടുക. അവിടെ നിന്നാണ് ഈ നദികളൊക്കെ തന്നെയും ഉത്ഭവിക്കുന്നത്. ഇനി ഈ നദി ഉത്ഭവിച്ചിട്ട് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഏകദേശം 380 കിലോമീറ്റർ മാത്രമാണ് അറബിക്കടലിലേക്കുള്ളെങ്കിലും ഈ നദി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഇനി ഇത് ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇനി ഇതിന്റെ ട്രിബ്യൂട്ടറീസ് ഉണ്ട് അല്ലെ, പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളുണ്ട്. മഹാരാഷ്ട്രയുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? മാം, ആ ഉദ്ഭവസ്ഥാനത്ത് നിന്ന് ആ ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞുതരോ? ആ, പറഞ്ഞുതരാം. ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഏകദേശം 380 കിലോമീറ്റർ മാത്രമാണ് അറബിക്കടലിലേക്കുള്ളത്. ഓക്കെ, ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഏകദേശം 380 കിലോമീറ്റർ മാത്രമാണ് അറബിക്കടലിലേക്കുള്ളത്. ഓക്കെ, ഇനി ഗോദാവരി നദീ തടപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയാണെന്ന് വെച്ചാല് 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ഗോദാവരി നദീതട പ്രദേശത്തിന്റെ വിസ്തൃതി 3.13 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്താണ് നദീതടങ്ങൾ? അപ്പൊ നദീതടം, ഇത് ഗോദാവരി നദീതടം അല്ലെങ്കിൽ സിന്ധു നദീതടം, ഗംഗാ നദീതടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ് നദീതടം? ആർക്കെങ്കിലും അറിയാമോ നദീതടം എന്താണെന്ന്? എന്താ നദീതടം? നദികൾ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നദീതടത്തെ കുറിച്ചിട്ട്? പോഷക നദികൾ ഒഴുകിയെത്തുന്ന അതാണോ? അതറിയണമെങ്കിൽ ആദ്യം വൃഷ്ടിപ്രദേശം എന്താണെന്ന് അറിയണം അല്ലെ? വൃഷ്ടിപ്രദേശം എന്താ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന് ഇതൊക്കെ, വൃഷ്ടിപ്രദേശത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരു നദിയിലേക്ക് ജലം എത്തുന്ന ഒരു നദിയിലേക്ക് ജലം എത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് നമ്മള് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഒരു നദി, അതിനകത്ത് എന്താണ്, വെള്ളം എത്തുകയാണ്. ആ വെള്ളം എത്തുന്ന ഒരു നിശ്ചിത പ്രദേശം ഉണ്ടാവും. ഏതൊരു നദിക്കായാലും ആ നദിയിലേക്ക് വെള്ളം എത്തുന്ന ഒരു നിശ്ചിത പ്രദേശം ഉണ്ടാവും. ആ പ്രദേശത്തിനെയാണ് നമ്മൾ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഇനി അതായത് ഇങ്ങനെയുള്ള നദികൾക്ക്, അതായത് എല്ലാവിധ നദികൾക്കും എന്തുണ്ട്, വൃഷ്ടിപ്രദേശങ്ങളുണ്ട്. ചെറിയ നദികൾക്കും വൃഷ്ടിപ്രദേശങ്ങളുണ്ട്, വലിയ നദികൾക്കും വൃഷ്ടിപ്രദേശങ്ങളുണ്ട്. അപ്പൊ വൃഷ്ടിപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് നമ്മള് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. അതിനകത്ത് വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളെയാണ് നമ്മള് നദീതടങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെയാണ് നദീതടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഗോദാവരി നദീതടം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഗോദാവരിയുടെ വൃഷ്ടിപ്രദേശത്തെയാണെന്ന് പറയുന്നത് ഗോദാവരിയുടെ നദീതടം എന്ന് പറയുന്നത്. അതിന്റെ ഏകദേശ ചതുരശ്ര വിസ്തൃതി വരുന്നത് 3.13 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഞാൻ പറഞ്ഞു വലിയ നദികളുടെ എന്താ മോനെ പറയും ഇപ്പം പറഞ്ഞത്? നദീതടാണോ? ഒരു ഇത് പറഞ്ഞില്ലേ, ഒരു നമ്പർ പറഞ്ഞത്? 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നദീതട വിസ്തൃതി കേട്ടോ. നദീതടം എന്ന് പറഞ്ഞാല്
വലിയ നദികളുടെ ഇതിനെയാണ്, അതായത് വൃഷ്ടിപ്രദേശത്തിനെയാണ് നമ്മൾ നദീതടം എന്ന് പറയുന്നത്. ഇനി ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെ നമ്മൾ പറയുന്നതാണ് നീർത്തടങ്ങൾ കേട്ടോ. നീർത്തടങ്ങൾ എന്നാണ് ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെ നമ്മൾ പറയാം. അപ്പൊ ഗോദാവരി എന്ന് പറയുന്നത് വലിയ നദിയാണ്, അതുകൊണ്ടാണ് അതിനെ നദീതടം എന്ന് പറയുന്നത് കേട്ടോ. 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി. ഇനി ഗോദാവരി നദിയുടെ 49% സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതായിരിക്കും? മഹാരാഷ്ട്ര. അപ്പൊ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഏതായിരിക്കും? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് അല്ലെ. നിങ്ങൾ നോക്കി അതിന്റെ ഒരു പകുതി പോർഷൻ എവിടെയാ പോയിരിക്കുന്നത്? മഹാരാഷ്ട്രയിലാണ് വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, ആ ജി തുടങ്ങി ഉള്ളതാണ് തെലങ്കാന വരുന്നത് കേട്ടോ. ഗോദാവരിയിൽ ജി തുടങ്ങി പറയുന്നതാണ് തെലങ്കാന, പിന്നെ ലാസ്റ്റ് വൺ ആന്ധ്രയാണ്. അപ്പൊ ആദ്യത്തേതിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. അപ്പൊ 49%, 49% വരുന്നത് മഹാരാഷ്ട്രയാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി തെലങ്കാനയിൽ വരുമ്പോൾ 20% ആവും കേട്ടോ. തെലങ്കാനയിൽ വരുമ്പോൾ അത് നേരെ 20% ആവും. ഓക്കെ, തെലങ്കാനയില് 20%, ബാക്കിയുള്ളത് ആന്ധ്രാപ്രദേശിലുമായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഗോദാവരി എന്ന് പറയുന്ന ആ നദി അല്ലെങ്കിൽ ആ നദീതടം വ്യാപിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയില് 49%, തെലങ്കാനയില് 20%, ആൻഡ് ബാലൻസ് ഭാഗം ആന്ധ്രാപ്രദേശിലും ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബോർഡർ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ അതിർത്തി വരുന്നതെന്ന് നോക്കാം കേട്ടോ. ഗോദാവരിയുടെ അതിർത്തി, ഇതിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഏത് മലനിരയായിരിക്കും? ഏത് മലനിരയായിരിക്കും വടക്ക് ഭാഗം? സത്പുര അല്ല കേട്ടോ, നമ്മൾ അങ്ങോട്ട് പോകണ്ടേ, നർമ്മദയുടെ ഒക്കെ അങ്ങോട്ട് പോകണ്ടേ. സത്പുര അല്ല, അല്ല, സത്മല എന്ന് പറയോ കേട്ടോ. സത്മല, അജന്ത, എല്ലോറ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാരാഷ്ട്രയിലുള്ള അതിനകത്ത് ഗോദാവരിയുടെ വടക്കു ഭാഗത്തുള്ള മലനിര ഏതാന്ന് വെച്ചാൽ ഒന്ന് സത്മല നിരകള്, 2 അജന്ത മലനിരകൾ. ഈ 2 മലനിരകളാണ് ഗോദാവരിയുടെ വടക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സത്മല നിരകളും അജന്ത മലനിരകളും. ഇനി പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് ഗോദാവരിയുടെ? പറയാൻ പറ്റും നിങ്ങൾക്ക്? ഏതാ നമ്മൾ നേരത്തെ പറഞ്ഞേ? ഗോദാവരിയുടെ നേരെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് വന്നാൽ എന്താണ് കാണുന്നത്? അറബിക്കടൽ. അറബിക്കടലല്ല, പശ്ചിമഘട്ടമാണ് കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടം, അപ്പൊ കിഴക്ക് ഭാഗത്ത് എന്തായിരിക്കും? പൂർവഘട്ടം. കണ്ടോ, ബോർഡർ നോക്കിയാൽ മതി കേട്ടോ നിങ്ങള്. ആ ബോർഡർ, ആ ലൈൻ നോക്കി നിങ്ങള് കണ്ടോ. കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടമാണ്, അല്ല പൂർവഘട്ടമാണ്, പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവുമാണ്. വടക്ക് ഭാഗമാണെങ്കിൽ സത്മല നിരകളും ഉണ്ട്, അജന്ത മലനിരകളും ഉണ്ട് കേട്ടോ. അതാണ് ബോർഡർ വരുന്നത്. ഓക്കെ, ഇനി ഇതെന്താണ്? ഒഴുകി ഇങ്ങോട്ട് പോവാണ് അല്ലെ. ഒഴുകി ഒഴുകി എങ്ങോട്ടാ വരുന്നേ? ലാസ്റ്റ് ഏത് സ്റ്റേറ്റിലോട്ടാ വരുന്നേ? മഹാരാഷ്ട്രയിൽ ഒഴുകുന്നു, തെലങ്കാനയിൽ ഒഴുകുന്നു. തെലങ്കാനയിലൊക്കെ കുറച്ചേ ഒഴുകുന്നുള്ളൂ കേട്ടോ, ആകെ കുറച്ച് ദൂരം. കാരണം തെലങ്കാന എന്താ, ഒരു കുഞ്ഞു സ്റ്റേറ്റ് ആണ് അല്ലെ. ഓക്കെ, സംസ്ഥാനങ്ങളാൽ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു സ്റ്റേറ്റ് ആണ്, കുറച്ചു ദൂരം ഒഴുകുന്നുള്ളൂ. പിന്നെ എങ്ങോട്ട് വരും? ആന്ധ്രാപ്രദേശിലേക്ക് വരും. ആദ്യം മഹാരാഷ്ട്രയിൽ ഒഴുകുന്നു, പിന്നെ തെലങ്കാനയിൽ ഒഴുകുന്നു, പിന്നീടാണ് ആന്ധ്രാപ്രദേശിലേക്ക് നദി വരുന്നത്. ഇനി ആന്ധ്രാപ്രദേശിലെ രാജമുദ്രി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതായത് സത്തഗൺ പാട്ടിലായിട്ട് വരും കേട്ടോ, തെക്ക് ഭാഗത്തായിട്ട് വരും കേട്ടോ. ആന്ധ്രാപ്രദേശിലെ തന്നെ തെക്ക് ഭാഗത്തായിട്ടാണ് ആ ഒരു രാജമുദ്രി എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് വരുന്നത്. ഈ ആന്ധ്രാപ്രദേശിലെ രാജമുദ്രിക്ക് ശേഷം എന്താ ചെയ്യാ? ഗോദാവരി നദി ഡെൽറ്റകൾ രൂപീകരിച്ചുകൊണ്ട് പല ശാഖകളായിട്ട് പിരിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. എന്താ, അതായത് എവിടെ വെച്ചിട്ടാണ് ഗോദാവരി നദി ഡെൽറ്റകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പല ബ്രാഞ്ചസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോ ഒരു സ്ഥലം പറയുന്നത് രാജമുദ്രയിലാണ് കേട്ടോ. രാജമുദ്രയിൽ വെച്ചിട്ട് അതിനുശേഷം എന്ത് ചെയ്യും? ഡെൽറ്റ ഇത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പല ശാഖകളായിട്ട് എന്ത് ചെയ്യും? ഇത് പിരിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എവിടെ വെച്ചിട്ടാണ് ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്? എവിടെ വെച്ചിട്ടാ ഗോദാവരി? ആന്ധ്രാപ്രദേശ് രാജമുദ്രി. ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയ്ക്ക് ശേഷം. ഓക്കെ,
ഇനി അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയ്ക്ക് ശേഷമാണ് ഇത് ഡെൽറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് പല ശാഖകളായിട്ട് തിരിയുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ ശാഖകൾ, അതായത് ഡെൽറ്റ രൂപീകരണത്തിന് ശേഷം ഈ നദി 2 ശാഖകളായിട്ടാണ് പ്രധാനമായിട്ടും തിരിയുന്നത്. ആ 2 ശാഖകളില് ഒന്നിന്റെ പേര് ഗൗതമി, മറ്റൊന്ന് വസിഷ്ഠ. ഓക്കെ, ഈ അറ്റത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഇതാണ് ഈ ഒരു, അതായത് നിങ്ങൾ ആ ഏറ്റവും തെക്കുള്ള ഭാഗം നോക്കുക, ആ ഒരു ഭാഗത്തായിട്ടാണ് രാജമുദ്രി വരിക. അവിടെ വെച്ചിട്ട് ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട് കേട്ടോ അവിടെ. ഡെൽറ്റ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, 2 ബ്രാഞ്ച് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഗൗതമി, മറ്റൊന്ന് വസിഷ്ഠ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? മിസ് ഗൗതമിയും പിന്നെ രണ്ടാമത്തെ വസിഷ്ഠ കേട്ടോ, വസിഷ്ഠ. ഓക്കെ, പിന്നെ ഇതിന്റെ അല്ലേ വടക്ക് പടിഞ്ഞാറ്, അതൊന്ന് പറഞ്ഞുതരോ? വടക്ക് ഭാഗം. ഓക്കെ, വടക്ക് ഭാഗം സത്മല നിരകളാണ് കേട്ടോ. വടക്ക് ഭാഗം സത്മല നിരകള്, അജന്ത മലനിരകള്. വടക്ക് ഭാഗം സത്മല നിരകളും അജന്ത മലനിരകളും. കിഴക്കോ? കിഴക്ക് പൂർവഘട്ടം അഥവാ ഈസ്റ്റേൺ ഘട്ട്. കിഴക്ക് പൂർവഘട്ടം അഥവാ ഈസ്റ്റേൺ ഘട്ട്. ഇനി പടിഞ്ഞാറ് വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം. ഓക്കെ, ഇനി ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കേട്ടോ ഞാൻ പറയുന്നേ. അതിനകത്ത് ഗോദാവരിയുടെ പ്രധാനപ്പെട്ട ഈ പോഷക നദികളെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇടത് തീര പോഷക നദികള്, മറ്റൊന്ന് വലത് തീര പോഷക നദികൾ കേട്ടോ. അതായത് ഇടത് തീര പോഷക നദികൾ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് ഹാൻഡ് ട്രിബ്യൂട്ടറീസ്. നമ്മൾ ഗംഗ പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇടത് തീര. ബ്രഹ്മപുത്രയും പഠിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇടത് തീര പോഷക നദികളും ഉണ്ടായിരുന്നു, വലത് തീര പോഷക നദികളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഗോദാവരിക്ക് എന്തുണ്ട്, ഇടത് തീര പോഷക നദികളും ഉണ്ട്, വലത് തീര പോഷക നദികളും ഉണ്ട്. ഇനി ഇടത് തീര പോഷക നദികൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ? ഗോദാവരിയുടെ ഇടത് തീര പോഷക നദികൾ, ലെഫ്റ്റ് ഹാൻഡ് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ശബരി, ഇന്ദ്രാവതി, ഇന്ദ്രാവതി, വെയിൻഗംഗ, പെൻഗംഗ, ദുധന, പൂർണ. ഓക്കെ, ഈ ഒരു 6 എണ്ണമാണ് പ്രധാനപ്പെട്ട ഗോദാവരിയുടെ ഇടത് തീര പോഷക നദികൾ കേട്ടോ. ഇടത് തീര പോഷക നദികൾ ഒന്നും കൂടി ഞാൻ പറയാം. ദുധന, പൂർണ, പെൻഗംഗ. ഗ്രീഷ്മ മ്യൂട്ട് ചെയ്യട്ടോ. ദുധന, പൂർണ, പെൻഗംഗ, വെയിൻഗംഗ, ഇന്ദ്രാവതി, ശബരി. 6 എണ്ണം കേട്ടോ ഗോദാവരിയുടെ ഇടത് തീര പോഷക നദികൾ. ഒരു വട്ടം പറയാം. എന്താ മോളെ? ഫസ്റ്റ് ദുധന കേട്ടോ. ദുധന ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുത്തോളൂ. ദുധന. സ്പീഡിലാ പറയുന്നേ. ഞാൻ സ്പീഡിലാണോ പറയുന്നേ? ഞാൻ പറയാം, എഴുതിയെടുത്തോളൂ. ദുധന, ഫസ്റ്റ് ദുധന. ദുധന, പൂർണ, പൂർണ, പെൻഗംഗ, പെൻഗംഗ, വെയിൻഗംഗ, വെയിൻ കേട്ടോ, വെയിൻഗംഗ, ഇന്ദ്രാവതി, ശബരി. ഇന്ദ്രാവതി, ശബരി. ഇന്ദ്രാവതിയും ശബരിയൊക്കെ എപ്പോഴും വരാറുണ്ട് കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗോദാവരിയുടെ പോഷക നദി, അതായത് ഇന്ദ്രാവതി എന്തിന്റെ പോഷക നദിയാണ്, ശബരി എന്തിന്റെ പോഷക നദിയാണെന്നൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ദുധന പറഞ്ഞു ഞാനിപ്പോ, പൂർണ പറഞ്ഞു, പെൻഗംഗ പറഞ്ഞു, വെയിൻഗംഗ,
ഇന്ദ്രാവതി, ശബരി. ഓക്കെ, എഴുതിയെടുത്തോ എല്ലാവരും? എഴുതിയെടുത്ത് അല്ലെ? ഓക്കെ. അപ്പൊ നമ്മളിപ്പൊ പറഞ്ഞത് ഇടത് തീര പോഷക നദികളാണ്. ഇനി ഏതാ ഉള്ളത്? ഇനി ഏത് പോഷക നദി ആയിരിക്കും ഉള്ളത്? അപ്പോ ഇടത് കഴിഞ്ഞാല് വലത് തീര പോഷക നദികളാണ് ഉള്ളത്. ഓക്കെ, വലത് തീര പോഷക നദികൾ 3 ഉള്ളു കേട്ടോ. നേരെ ഹാഫ് ആക്കാം. നമ്മൾ ആദ്യത്തേത് 6 പഠിച്ചു. ഇനി ഇത് 3 പഠിക്കാനുള്ളൂ കേട്ടോ. അതിനകത്ത് ഒന്ന് പറയുന്നത് പ്രവര, പ്രവര കേട്ടോ. പ്രവര, മഞ്ജീര, മന്യാർ, അങ്ങനെ 3. ഒന്നുകൂടി പറയാം. പ്രവര, മഞ്ജീര, മന്യാർ. ഓക്കെ, അതിനകത്ത് മഞ്ജീര ചോദിക്കാറുണ്ട്, ശബരി ചോദിക്കാറുണ്ട്. മുഴുത്തേല് ഇന്ദ്രാവതിയും ശബരിയുമാണ് ചോദിച്ചു വന്നിരിക്കുന്നത്. പിന്നെ പെൻഗംഗ ചോദിക്കാറുണ്ട്, മഞ്ജീര ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു വന്നിരിക്കുന്നത്. പക്ഷെ ഇനിയുള്ള എക്സാമിനൊക്കെ എന്താണ്, നമ്മളിത് മൊത്തം പഠിച്ചിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. അപ്പൊ പ്രവര, മഞ്ജീര, മന്യാർ, ഇത് 3 എന്താ? 3 വലത് തീര പോഷക നദികളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയാം. ഗോദാവരിയുടെ ഇടത് തീര പോഷക നദികളാണ് ദുധന, പൂർണ, പെൻഗംഗ, വെയിൻഗംഗ, ഇന്ദ്രാവതി, ശബരി. ഇനി വലത് തീര പോഷക നദികളാണ് പ്രവര, മഞ്ജീര, മന്യാർ. ഓക്കെ, ഇനി ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയ്ക്ക് ശേഷം ഗോദാവരി ഡെൽറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 2 ശാഖകളായിട്ട് പിരിയുന്നു. ഒന്ന് ഗൗതമി, മറ്റൊന്ന് വസിഷ്ഠ. ഓക്കെ, അത് കൈവഴികളാണ് കേട്ടോ. അത് വരുന്നത് ഡിസ്ട്രിബ്യൂട്ടറി ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ നിങ്ങൾക്ക്. പോഷക നദികൾ എന്ന് പറഞ്ഞാൽ ആ നദിയിലേക്ക് വന്നു ചേരുന്ന നദികളെയാണ് നമ്മൾ പോഷക നദികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ദുധനയായാലും പൂർണ്ണയായാലും പെൻഗംഗയായാലും നമ്മൾ ഈ പറഞ്ഞ നദികളൊക്കെ എന്താണ്? ഗോദാവരിയിലേക്ക് വന്നാ ചേരുന്നത്. എന്നാല് മൗത്തിന് മുമ്പായിട്ട്, അതായത് ഒരു നദി അതിന്റെ പതന സ്ഥാനത്തിന് മുമ്പായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് 2 ബ്രാഞ്ചുകളായിട്ട് പിരിയുന്നതിനെയാണ് നമ്മള് കൈവഴി അഥവാ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഈ ഗൗതമിയും വസിഷ്ഠയൊക്കെ ട്രിബ്യൂട്ടറീസിൽ ഒരിക്കലും വരില്ല കേട്ടോ. രണ്ടും വ്യത്യസ്തമാണ്. ട്രിബ്യൂട്ടറി ചോദിച്ചാലാണ് നമ്മള് പെൻഗംഗ, ഇന്ദ്രാവതി, ശബരിയൊക്കെ നമ്മൾ പറയാ. ഡിസ്ട്രിബ്യൂട്ടറി ആണ് ചോദിക്കുന്നതെങ്കിൽ ഗൗതമയും വസിഷ്ഠയുമാണ് ഇതിന്റെ കൈവഴികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ. അപ്പൊ കൈവഴി എന്താണെന്ന് അറിഞ്ഞിരിക്കാം, ട്രിബ്യൂട്ടറീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഗോദാവരിയുടെ നീളം. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. എത്രയാ ഗോദാവരിയുടെ ലെങ്ത്? 1465 കിലോമീറ്റർ. 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണെന്ത്? ഗോദാവരി എന്ന് പറയുന്നത്. കണ്ടോ, നോക്കിയേ നിങ്ങള് മാപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം. കണ്ടോ, അവിടെ പല പല നദികളുണ്ട്. നർമ്മദയുണ്ട്, താപ്തിയുണ്ട്, കൃഷ്ണയുണ്ട്, കാവേരിയുണ്ട്, മഹാനദിയുണ്ട്, ഗോദാവരി ഉണ്ട്. ഈ മാപ്പിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ? ഏറ്റവും കൂടുതൽ നീളമുള്ളത് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് എന്താ? കണ്ടോ, നോക്കിയേ നിങ്ങള് ആ ഒരു ഇതില്, ആ ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ നീളം കാണിക്കുന്നത് ഗോദാവരിക്കാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അതുകൂടാതെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയൻ നദിയാണ് അല്ലെ? അതായത് ത്രികോണാകൃതിയിലുള്ള ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപദ്വീപ് എന്ന് പറയുന്നത് അല്ലെ? ആ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. പിന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന, വേറെ ഒരു കൺട്രിയിലോട്ട് ഇത് പോകുന്നില്ല കേട്ടോ. പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല, ബംഗ്ലാദേശിലേക്ക് പോകുന്നില്ല, ഇങ്ങോട്ടും ഇത് പോകുന്നില്ല. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഓക്കെ, ഏറ്റവും നീളം കൂടിയ നദിയാണ് കേട്ടോ പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ്. ഡക്കാൻ പീഠഭൂമി കണ്ടോ, ഈ ഒരു പോർഷൻ നർമ്മദയുടെ ആ ഭാഗം തുടങ്ങി എന്താണ് താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് ഡക്കാൻ പീഠഭൂമി കാണാനായിട്ട് സാധിക്കുക. ആ ഡക്കാൻ പീഠഭൂമിയിൽ തന്നെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഈ ഒരു ഗോദാവരി എന്ന് പറയും.
പിന്നെ ഇതിന്റെ ഒരു വിശേഷണമുണ്ട്, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. വൃദ്ധ ഗംഗ എന്നാണ് ഈ നദി അറിയപ്പെടുക. ഓക്കെ, പിന്നെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ടല്ലോ. സ്പീഡാക്കണ്ടേ? ഓക്കെ, ഇല്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പേടിക്കണ്ട, ഒന്നുകൂടി പറഞ്ഞുതരാം ഞാൻ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നു. പിന്നെ വേറൊരു പേരെന്താ? വേറെന്തെങ്കിലും പേരുണ്ടോ? ദക്ഷിണഗംഗ. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയാണെന്ത്? ഗോദാവരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നു, ദക്ഷിണഗംഗ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഈ പോയിന്റ് എന്താ? ദക്ഷിണഗംഗ കാവേരി അല്ലേ? ദക്ഷിണഗംഗ അല്ലല്ലോ, ഗോദാവരി അല്ലേ? കാവേരിക്ക് വേറൊരു വിശേഷണമല്ലേ ഉള്ളത്? ഏതാ കാവേരിയുടെ വിശേഷണം? എന്താ? ആരെങ്കിലും ആരെങ്കിലും ഒരാൾ പറയോ? ആർക്കെങ്കിലും അറിയോ? കാവേരിയാണോ ദക്ഷിണഗംഗ? ആണോ? ആണ് മിസ്സേ, ഗൂഗിളിൽ ഇപ്പൊ നോക്കിയപ്പോ അതാ കിടക്കുന്നേ. അതാണോ കിടക്കുന്നേ? ആ, ഗൂഗിളിൽ നോക്കിയപ്പോ അങ്ങനെ കിടക്കുന്നേ. അങ്ങനെയാ കിടക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വൃദ്ധഗംഗ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ലല്ലോ, വൃദ്ധഗംഗ തന്നെയല്ലേ? അതെ 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 അതെ. ഓക്കെ, നേരത്തെ അപ്പൊ ഞാൻ പറഞ്ഞു ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണെന്ത്? ഗോദാവരി എന്ന് പറയുന്നത് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ്. പിന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ്. പിന്നെ വൃദ്ധഗംഗ എന്നാണ് ഈ നദി അറിയപ്പെടുക. ഓക്കെ, ഗോദാവരി അങ്ങനെ തന്നെ കിടക്കണേന്ന്. ഗോദാവരി എങ്ങനെ തന്നെയാ കിടക്കണത്? വൃദ്ധഗംഗ എന്ന് മാത്രം? ഇല്ല, ദക്ഷിണഗംഗ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താ മോളെ കൊടുത്തേക്കണേ? ഇതിനകത്ത് നോക്കിയത്? ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ദക്ഷിണഗംഗ എന്നുണ്ട്, കാവേരിയിലും ദക്ഷിണഗംഗ എന്നുണ്ട്. ദക്ഷിണഗംഗ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് വാ കേട്ടോ, കറക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് വാ. ഓക്കെ, അപ്പൊ 2 ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങള് നോക്കിയിട്ട് അത് പോയിന്റ് ചെയ്ത് മാപ്പ് ചെയ്ത് കൊണ്ടുവരിക. രണ്ടാമത്തത് ദക്ഷിണഗംഗ ആരാണെന്ന് കണ്ടുപിടിക്കുക. ഗോദാവരി ആണോ കാവേരി ആണോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. ചെയ്യില്ലേ? മിസ്സേ, ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ലേ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത്? എന്താ? ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നേ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് അതെ, ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും കൂടിയാണ് വരുന്നത് കേട്ടോ. അത് നോക്ക് നിങ്ങൾ, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ഹോംവർക്ക് ആണത് കേട്ടോ. നോക്ക്, കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മുടെ പഠനം മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളുടേതായിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളും തയ്യാറാക്കിയാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, The Kaveri is also known as the Krishnaganga, the Ganges of South. Okay, okay. അത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇനി പതനം എവിടെയാ? പതനം ഗോദാവരിയുടെ ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടൽ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗോദാവരിയെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് പോഷക നദികൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗോദാവരിയുടെ പോഷക നദികള് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇത് കണ്ടുവരാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറില്. കാരണം കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ വരും, ഗോദാവരിയുടെ ആണോ നർമ്മദയുടെ ആണോ അല്ലെങ്കിൽ കൃഷ്ണയുടെ ആണോ കാവേരിയുടെ ആണോ. കാവേരിയുടെ പിന്നെയും അധികം പ്രശ്നം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണ, മഹാനദി, ഗോദാവരി, ആ ഒരു 3 നദികളിൽ വെച്ചിട്ട് ഏതിന്റെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ 9 പോഷക നദികളാണ് നമുക്ക് ഗോദാവരിക്ക് പഠിക്കാനുള്ളത്. അത് പ്രധാനമായിട്ടും പഠിച്ചു തന്നെ വെക്കാം. പിന്നെ അതിന്റെ കൈവഴികൾ ഏതാണെന്ന് പ്രധാനമായിട്ടും നോക്കി വെക്കാം. പിന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു, പിന്നെ
ഉത്ഭവം, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കി വെക്കണം. അപ്പൊ ഞാനിപ്പോ ഉപദ്വീപീയ നദികളില് നർമ്മദ എടുത്തായിരുന്നു, താപ്തി എടുത്തു, ഇപ്പൊ ഗോദാവരി എടുത്തു അല്ലെ. അപ്പൊ ഈ 3 നദികളും നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ മാം, ചെറിയ നദികളുടെ ദൃഷ്ടി പ്രദേശത്ത് എന്തെങ്കിലും പറയാം? നീർത്തടങ്ങൾ എന്നാണ് മോളെ പറയാ. ചെറിയ നദികളുടെ നീർത്തടങ്ങള്, വലിയ നദികളുടെ ആണെങ്കിൽ നദീതടങ്ങൾ എന്ന് പറയും കേട്ടോ. റിവർ ബേസിൻ, നദീതടങ്ങൾ അഥവാ റിവർ ബേസിൻ. ചെറിയ നദികളുടെ നീർത്തടങ്ങൾ. വലതുതീര പോഷക നദികൾ എന്ന് പറയുമ്പോ ഗോദാവരിയുടെ മുകളിൽ നിന്ന് വരുന്നതാണോ? എന്താ? വലതുതീര പോഷക നദികൾ എന്ന് പറയുമ്പോ ഗോദാവരിയുടെ മുകളിൽ നിന്ന് വരുന്നതാണോ? ആ അതെ 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 അതെ. ഓക്കെ, അപ്പൊ നമുക്ക് സമയമായി. അപ്പൊ ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങളും നോക്കിയിട്ട് വരാം കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. Thank you.